ഈശോ തൻ്റെ ശിഷ്യന്മാരോടുകൂടി കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ സംഘം അവനെ അനുഗമിച്ചു. യൂദയ, ജെറൂസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, യോർദാന്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും വലിയ സംഘം ഈശോ ചെയ്തത് അത്രയും കേട്ട് അവന്റെ അടുത്തെത്തി. ജനക്കൂട്ടം തന്നെ ഞെരുക്കാതിരിക്കാൻ ഒരു വള്ളം ഒരുക്കി നിർത്താൻ ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെട്ടു. എന്നാൽ ഈശോ അനേകരെ സുഖപ്പെടുത്തിയത് മൂലം അവനെ സ്പർശിക്കാൻ രോഗമുണ്ടായിരുന്നവരെല്ലാം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോഴൊക്കെ അവന്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയെ കർശനമായി ശാസിച്ചു. പിന്നെ ഈശോ മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. അവൻ 12 പേരെ, അവരെയാണ് സ്ത്രീഹന്മാർ എന്നും അവൻ വിളിച്ചത്, തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രഘോഷിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം ഉണ്ടായിരിക്കുന്നതിനുമായി നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ബൊവനർഗസ്, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്ന് പേര് നൽകിയ സെബ്ദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമ, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദെയൂസ്, കാനാൻകാരനായ ശിമയോൻ, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയോത്ത. പ്രിയപ്പെട്ടവരെ, നാട്ടില് നമുക്ക് സുപരിചിതമായൊരു ചൊല്ലുണ്ട്, മഞ്ഞപ്പിത്തമുള്ളവൻ നോക്കുന്നതെല്ലാം മഞ്ഞച്ചിരിക്കുമെന്ന്. ഇത് രാഷ്ട്രീയത്തിലും സഭാപ്രവർത്തനങ്ങളിലും സാമുദായിക തലങ്ങളിലും ജോലി സ്ഥലത്തും എന്തിന് കുടുംബത്തിലും ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ തൊടുന്നതെല്ലാം കുറ്റമാണ്. ഒരു നന്മയും ആ വ്യക്തിയിൽ കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഇത് മാനുഷികമായ ഒരു ബലഹീനതയാണ്. ഇതുപോലെ തന്നെ ഒരവസ്ഥാവിശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. അതായത് ഈശോ ഒരു സിനഗോഗിൽ ശാബത്ത് ദിവസം പോയി. ശാബത്ത് ദിവസമാകുമ്പോൾ നമ്മുടെ ഞായറാഴ്ച പോലെയാണ്, ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ കൂട്ടത്തിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും ഒക്കെ വളരെ വിമർശനത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. ഈശോയ്ക്ക് ഒരു ബലഹീനതയുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അവരെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ശാബത്ത് ദിവസത്തിൽ ഇവന് ഈ കൈ ശോഷിച്ചവർ സൗഖ്യം കൊടുക്കുമോ ഇല്ലയോ, ഇതാണ് അവരിങ്ങനെ കൂർമ്മ ബുദ്ധിയോടെ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് വേണം ഈശോയെ കുറ്റം ആരോപിക്കാൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ചോദിച്ചു, ശാബത്ത് ദിവസം ഈ രോഗസൗഖ്യം നൽകുന്നത് അനുവദനീയമാണോ അല്ലയോ? അവരുടെ കാഴ്ചപ്പാടിൽ പാടില്ല. കാരണം ശാബതം എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അത് വിശ്രമത്തിന് മാത്രമുള്ള, പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുള്ള ജീവിതമാണ്. എന്നാൽ ഈശോയുടെ നിർവചനം അനുസരിച്ച് അത് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഈശോ അവനെ സുഖപ്പെടുത്തുകയും അതിന്റെ പേരിൽ അവർ ഈശോയെ എങ്ങനെ കൊല്ലാൻ, വധിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈശോ സിനഗോഗ് വിട്ടു പോവുകയാണ്. ഈശോ പിന്നെ പോകുന്നത് ഗലീലിയ തടാകത്തിന്റെ തീരത്തേക്കാണ്. അതുകൊണ്ട് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഈശോയുടെ സിനഗോഗിൽ വരുന്നത് യഹൂദന്മാർ മാത്രമാണ്. എന്നാൽ അതൊരു ഹബ്ബാണ്. കഫർനാമിലെ ഗലീലിയ തടാകത്തിന്റെ അവിടെ നിന്നാണ് പല റൂട്ടുകളിലേക്ക് ആളുകൾ പോകുന്ന ഒരു കവലയാണ്. അപ്പൊ അതുകൊണ്ട് ആ നാൽക്കവലയാകുമ്പോൾ അവിടെ ധാരാളം നാനാജാതി മതസ്ഥരായ ആളുകൾ വരും. അവരോടെല്ലാം വചനം പ്രഘോഷിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. ഇന്ന് സുവിശേഷത്തില് പറയുകയാണ്, ഈശോയെ കേൾക്കുവാൻ വേണ്ടി ഗലീലിയയിൽ നിന്ന്, അതിനുശേഷം ഗലീലിയ എന്ന് പറയുന്നത് നോർത്തിലാണ്, അതിന് സൗത്തില് യൂദയായിൽ നിന്ന്, അതിന് സൗത്തിലുള്ള ഇദുമയ എന്ന് പറയുന്നത് ഏശാവിൽ നിന്ന് വരുന്ന ഇദുമായനാണ്. അതുപോലെ തന്നെ യോർദാനും മലരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഡെക്കാപോളിസ് തുടങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെ നോർത്തിലുള്ള ടയർ, സീദോൻ, അതായത് ഇപ്പോഴത്തെ ലെബനോന്, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈശോയെ കേൾക്കുവാനായിട്ട് യഹൂദന്മാര് മാത്രമല്ല വിജാതീയരായ ആളുകൾ വരികയാണ്. നമുക്കറിയാം, ചില സിദ്ധന്മാരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില അത്ഭുത പ്രവർത്തകരായ വചന പ്രഘോഷകരുണ്ടെങ്കിൽ ജനങ്ങളെല്ലാം അങ്ങോട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടും. അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലെ വാട്സപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ടി വിയും അല്ലെങ്കിൽ പത്രങ്ങളോ ഒന്നുമില്ല. എങ്കിൽ പോലും വാമൊഴിയായിട്ട്
ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അറിഞ്ഞാണ് ഈ വലിയ ജനക്കൂട്ടം വന്നുകൂടുന്നത്. അപ്പൊ അവരോടെല്ലാം വചനം പ്രഘോഷിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് സൗണ്ട് സിസ്റ്റം, ആംപ്ലിഫൈയിങ് സിസ്റ്റം ഒന്നുമില്ല, മൈക്രോഫോൺ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ തടാകത്തിനകത്ത് ഒരു വഞ്ചിയിൽ കയറി ഇരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ സൗണ്ട് റിഫ്ലക്ട് ചെയ്യും. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഒരു ആംബി തിയേറ്റർ പോലെ മലയുടെ താഴ്വാരങ്ങളിൽ ആൾക്കാർക്ക് തടിച്ചുകൂടിയാൽ അവർക്കെല്ലാം ഈശോയെ കേൾക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാരാകുന്ന ചില ആളുകൾക്കുള്ള വഞ്ചിയുണ്ട്, അതിലൊരു വഞ്ചി മാറ്റി നിർത്താൻ പറയുന്നു, ആ വഞ്ചിയിൽ കയറിയിരിക്കുന്നു. അതിന്റെ ആംപ്ലിഫൈങ് സിസ്റ്റം മാത്രമല്ല, ഈ ജനങ്ങളെല്ലാം ഓടിക്കൂടിയിരിക്കുന്നത് ഈശോയുടെ വചനം കേൾക്കാനല്ല. ചില വചന പ്രഘോഷകരുടെ കൂടെ ആൾക്കാർ പോകുന്നതിന്റെ കാരണം എങ്ങനെയെങ്കിലും എന്റെ നടുവേദന മാറണം, കാലുവേദന മാറണം, കൊച്ചിന്റെ ഓട്ടിസം മാറണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിക്കുന്നു വിചാരിച്ചാൽ. അപ്പൊ അങ്ങനെ ഈ ചില ആളുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, അവനെ എങ്ങനെയെങ്കിലും സ്പർശിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, കാരണം സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് ഈ തിരക്കിൽ നിന്നും, തിക്ക് തിരക്കിൽ നിന്നും അല്പം മാറിയിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈശോ വഞ്ചിയിൽ കയറുന്നത്. കാരണം അവർക്ക് വെള്ളത്തിൽ ഇറങ്ങി വരാൻ പറ്റുകയില്ല. മാത്രമല്ല, ഈശോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വചന പ്രഘോഷണമാണ്. ഈശോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു മാർഗം മാത്രമാണ് ആളുകളുടെ വേദനകളിൽ സഹായിക്കുക. എന്നാൽ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് താൻ ദൈവപുത്രനാണ്. രക്ഷയുടെ മാർഗം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ലക്ഷ്യമായിട്ട് ഉള്ളത്. എന്നാൽ അതേ സമയത്ത് അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ വന്നിട്ട്, അതായത് പിശാച് ബാധിച്ചവര്, ഈ പിശാചുകൾ ഈശോയുടെ മുമ്പാകെ കടന്നു വീഴുകയാണ്. കടന്നു വീണിട്ട് നീ ദൈവപുത്രനാകുന്നു എന്ന് അവർ വിളിച്ചു പറയുകയാണ്. ശരിക്കും അവരെങ്ങനെ ഇത് അറിയുന്നത്? പരിസേനും ദൈവത്തിനും ഒക്കെ ദൈവപുത്രൻ വരുമെന്ന് പറഞ്ഞിട്ട് നീ ദൈവപുത്രനല്ല എന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പിശാചുകൾ പറയുകയാണ് നീ ദൈവപുത്രനാണ്. ആരാണ് ഈ പിശാചുകൾ? ഒരു കാലത്ത് ഒരു മാലാഖമാരായിരുന്നു. അവർ പിന്നെ പിഴച്ചുപോയി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ദൈവപുത്രനാണ്. പക്ഷെ ഇവ വന്നിരിക്കുന്നത് ഞങ്ങളെ നരകത്തിലേക്ക് തള്ളി താഴ്ത്താൻ വേണ്ടിയാണ്. പക്ഷെ ഈശോയുടെ സമയമായി ആയിട്ടില്ല. ഈശോയുടെ രണ്ടാമത്തെ വരവിലാണ് അത് സംഭവിക്കുക. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തരുത്. തന്നെയല്ല, അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പിശാചുകളുടെ സാക്ഷ്യമാണ് ഈശോ എടുക്കുന്നത് എന്ന് വരികില് ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ്, പിശാചുകളെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് എന്ന് ഒരു ആരോപണം യഹൂദ പ്രമാണിമാർ ഈശോയ്ക്കെതിരെ നടത്തിയിരുന്നു. മാത്രമല്ല, തന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈശോയുടെ സമയം എന്ന് പറയുന്നത് തന്റെ പീഡാസനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും സമയമാണ്. അപ്പൊ അത് ആ പീഡാസനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉദ്ധാരണത്തിലേക്ക് എത്തുകയുമാണ്. തന്റെ ത്യാഗത്തിലൂടെയാണ് താൻ രക്ഷകനാണ്, ദൈവപുത്രനാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഈശോ പല ആളുകളെ സുഖപ്പെടുത്തി. അതിനുശേഷം ഈശോ ഏതാനും ശിഷ്യന്മാരെ വിളിച്ച് മലമുകളിലേക്ക് പോവുകയാണ്. ഈ മല എന്ന് പറയുന്നത് പഴയ കാലത്ത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ പണിയുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. നമുക്ക് എവിടെ നിന്നാലും ആ ദേവാലയം കാണുവാൻ സാധിക്കണം. തന്നെയല്ല, ഉയരങ്ങളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളതായ ഒരു ചിന്താഗതിയുമുണ്ട്. തന്നെയല്ല, മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മലമുകളിലേക്ക് ഈശോ 12 പേരെ വിളിച്ചു. തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചെന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കഴിവ് നോക്കിയല്ല ഒരാളെ പൗരോഹിത്യത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ ഒക്കെ ക്ഷണിക്കുക, വിളിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ദൈവവിളി എന്ന് പറയുക. ഈ ദൈവവിളി പൗരോഹിത്യത്തിലേക്കാകാം, സന്യാസ ജീവിതത്തിലേക്കാകാം, ആത്മായ പ്രേക്ഷിതത്വത്തിലേക്ക് ആകാം. അങ്ങനെ ഈശോ തനിക്ക് വേണ്ടവരെ വിളിച്ച് 12 പേരെയാണ് വിളിച്ചത്. എന്താണ് ഈ 12ന്റെ പ്രസക്തി? ബിബ്ലിക്കൽ ന്യൂമറോളജി അനുസരിച്ച് പഴയ കാലം മുതൽ 12 ഒരു പൂർണ്ണതയുടെ നമ്പറാണ്. അതുകൊണ്ടാണ് യാക്കോബിന് 12 ആൺമക്കളും ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. ആ 12 ആൺമക്കളിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ ഉണ്ടാകുക. അപ്പൊ അതുപോലെ ആ 12 ഗോത്രങ്ങളുടെ പിന്തുടർച്ചയാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ഒരു കണ്ടിന്യൂവേഷനും പുനഃസൃഷ്ടിയുമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആ 12 ഗോത്രങ്ങളും ആ ഗോത്ര തലവന്മാരും ഉണ്ടായിരുന്നെങ്കിൽ ഇതാ പുതിയ ഇസ്രായേലിന്റെ, അതായത് സഭയുടെ ഗോത്ര തലവന്മാരായിട്ട്, ഈ അടിസ്ഥാന തൂണുകളായിട്ട് ഈ 12 അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അതിന് 3 പർപ്പസ് ആണ് പറയുക. ഒന്ന്, അവർ തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. അതായത് ബാക്കി 72 അല്ലെങ്കിൽ 70 ശിഷ്യന്മാരുണ്ട്. അത് കൂടാതെ ശിഷ്യന്മാർ ധാരാളം അനുയായികളുണ്ട്, ലേഡീസ് ഉണ്ട്. അവരെ ആരും ഈശോയുടെ കൂടെ ആയിരിക്കുന്നില്ല എപ്പോഴും. അവരൊക്കെ ഇടയ്ക്ക് വരും, കേൾക്കും, പിന്നെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. എന്നാൽ ഈ 12 പേര് അവരുടെ വഞ്ചിയും പറയും, അല്ലെങ്കിൽ അവരുടെ ചുക്കമിരിക്കുന്ന തൊഴിലും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ കൂടെ അണ്ടി ഉറങ്ങുന്നു. അതായത് ഗുരുകുല സമ്പ്രദായമാണ് പണ്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഗുരുവിന്റെ കൂടെ എപ്പോഴും നടക്കുകയും ഗുരു ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കാണുകയും ഗുരുവിന്റെ കൂടെ വല്ല മരച്ചോട്ടിലോ മറ്റ് ആതിഥേയത്വം വഹിക്കുന്നവരുടെ വീടുകളിലൊക്കെ വിശ്രമിക്കുകയും
ഒക്കെ ചെയ്തുകൊണ്ട് നിരന്തരം അപ്പൊ തന്നോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി. അതാണ് നമ്മുടെ ഒരു ദൈവവിളി, നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും അതോടൊപ്പം തന്നെ അവരെ അയക്കാൻ വേണ്ടി, അതായത് അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്. മറ്റുള്ളവരെല്ലാം ഈശോയുടെ വചനം കേൾക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ 12 പേരാകട്ടെ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരാണ്, തന്റെ പ്രതിനിധികളായിട്ട് പോകേണ്ടവരാണ്. അപ്പൊ അങ്ങനെ അയക്കപ്പെടുന്നവരാണ് നമ്മുടെ വൈദികരും സന്യാസിരും മിഷണറിമാരും ഒക്കെ. കാരണം അവരുടെ ദൗത്യമാണ് കർത്താവിന്റെ ആ സഭയെ ലോകം മുഴുവനും എത്തിക്കുക എന്ന് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈശോ ഒരധികാരം കൂടെ തരുന്നുണ്ട്, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം. ഇന്നത്തെ ആൾക്കാർക്കാർക്കും പിശാചുക്കളൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല. അപ്പൊ പിന്നെ അച്ഛന്മാരോ അല്ലെങ്കിൽ സന്യാസികളൊക്കെ എല്ലാ പിശാചുക്കളെ ബഹിഷ്കരിക്കാനാണ് നമ്മൾ ചോദിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്: പിശാചിന്റെ സ്വാധീനമുള്ളവർ. ദൈവത്തിൽ നിന്നും നമ്മളെ ആരെല്ലാം വ്യതിരിപ്പിക്കുന്നോ, ധാർമ്മികതയിൽ നിന്ന് നമ്മളെ ആരെല്ലാം വ്യതിരിപ്പിക്കുന്നോ, അതെല്ലാം പിശാചിന്റെ പണിയാണ്. നമ്മളെ ആരെങ്കിലും ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, പ്രാർത്ഥനകളിൽ നിന്ന് ഒക്കെ നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ അതാണ് സാത്താൻ. അപ്പൊ ആ സാത്താന്റെ തിന്മയെ നിന്ന് നമ്മളെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി കൂടിയാണ്. ഇനി ഈശോ ചിലർക്കെല്ലാം അവരെ റീനെയിം ചെയ്യുന്നുണ്ട്. അതായത് ശെമയോനോട് പറയുന്നു, ഇനി മുതൽ നിന്റെ പേര് ശെമയോൻ എന്നായിരിക്കില്ല, യോനാന്റെ പുത്രനായ ശെമയോനെ, ഇനി മുതൽ നിന്റെ പേര് കേപ്പ അല്ലെങ്കിൽ പത്രോസ്. കേപ്പ എന്ന് പറയുന്നത് ഹീബ്രു ആണ്, പത്രോസ് എന്ന് പറയുന്നത് ഗ്രീക്കിലേക്ക് വരും. അപ്പൊ അവിടെ നീ പാറയാകുന്നു, ഇതുപോലെ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ പാറമേൽ എന്തെല്ലാം കാറ്റടിച്ചാലും, എന്തെല്ലാം കോളിളക്കങ്ങൾ ഉണ്ടായാലും, കുടികൾക്ക് ഉണ്ടായാലും, ജനമാലുകൾ ആഞ്ഞടിച്ചാലും പാറ ഉറച്ചു തന്നെ നിൽക്കും. അപ്പൊ അതുപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ നിന്റെ സഭയിൽ ഉണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കുന്ന അടിസ്ഥാനം ഈശോയാകുന്ന, വിശ്വാസമാകുന്ന ആ അടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടവനായിരിക്കണം. അതുകൊണ്ടാണ് പത്രോസിന് പരമാധികാരം കൊടുത്തുകൊണ്ട് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇടിമുഴക്കത്തിന്റെ മക്കളെന്നാണ് സബദിപുത്രന്മാരെ വിളിച്ചത്, യാക്കോബിനെയും യോഹന്നാനെയും. കാരണം അത്ര ശക്തമായ രീതിയിൽ പ്രഭാഷണം നടത്തുവാനായിട്ട്, വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും അതിനുള്ള കഴിവും ഉണ്ടായിരുന്നു. എന്നാൽ യൂദാസിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അവന്റെ അപ്പന്റെ പേര് കൂട്ടിയല്ല, ഒന്നുമല്ല. സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഈശോയെ ഒറ്റിക്കൊടുത്തവനായ യൂദാസ് കർദിയാത്ത. അതായത് തന്റെ വിശ്വാസം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളയുന്നവനാണ് യൂദാസിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നവൻ. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ. കാരണം എന്നാ, എനിക്ക് എന്റെ വിശ്വാസത്തെക്കാൾ കൂടുതൽ, എന്റെ സഭയേക്കാൾ കൂടുതൽ എന്റെ സാമ്പത്തിക നേട്ടങ്ങൾ, അതിനുവേണ്ടി ഞാൻ എന്റെ അഴിമതി കാണിക്കുന്നു, ആരെയും ഞാൻ പീഡിപ്പിക്കും, ആരുടെയും പിടിച്ചു പറിക്കും, അങ്ങനെ കാണിക്കുന്നവരെല്ലാം ആ യൂദാസിന്റെ ശിഷ്യഗണത്തിൽ പെടുന്നവരായി മാറും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഈ ഫരിസേയരെ പോലെ, നിയമജ്ഞരെ പോലെ എന്റെ ജീവിത പങ്കാളികൾ, എന്റെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരില്, എന്റെ വികാരിയച്ഛനില്, എന്റെ മെത്രാനില്, എന്റെ ഭരണാധികാരികളില് ആരില് എന്നെ കുറ്റം കണ്ടുപിടിക്കാനായിട്ടാണോ നടക്കുന്നത് എങ്കിൽ നമ്മൾ ഈ ശരിയായ മക്കളല്ല ഫരിസേയരുടെ നിയമങ്ങളുടെ കൂട്ടത്തിലായി പോകുന്നു. അതുപോലെ തന്നെ ഈശോയെ സംബന്ധിച്ചിടത്തോളം ആർക്ക് തന്റെ സഹായം അർഹിക്കുന്നുണ്ട് എങ്കിൽ തനിക്ക് അതിനോട് കഴിവുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന മനോഭാവം ഉണ്ടാകും. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി മലയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 12 പേരെ തെരഞ്ഞെടുക്കുന്നത്. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനാണ് യൂദാസ് എന്ന വഴിയിലും അറിയാമെങ്കിലും അവരെയും ഈശോ എടുക്കുകയാണ്. പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കെല്ലാം മുൻപ് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് നമ്മൾ നിലനിർത്തണം. അതുപോലെ തന്നെ ഈ തിന്മയുടെ സ്വാധീനം നമ്മളെ ബാധിക്കുന്നുണ്ടോ, അതിന്റെ പേരിൽ നമ്മൾ വിശ്വാസത്തിനും സത്യത്തിനും ധാർമ്മികതയ്ക്കും എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പസ്തോലന്മാരെ പോലെ നമുക്കും നമ്മുടേതായ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ഐക്യപ്പെട്ടവർ, കർത്താവിന്റെ പ്രതിനിധികളായി ഐക്യപ്പെട്ടവരായി നമുക്ക് പെരുമാറുവാനായിട്ട്, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ അതേ സമയത്ത് നമ്മളെ പ്രതിദാനം ചെയ്ത് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് യൂദാസിനെ പോലെ ഭൗതികതയുടെ പേരിൽ വഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകാതിരിക്കാൻ, ഭൗതികതയ്ക്ക് മാത്രമല്ല അതിനേക്കാൾ ഉപരി ആത്മീയതയ്ക്കും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം.